മംഗലവാർത്ത 4-ാം തിങ്കൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ജീവജലത്തിന്റെ ഉറവ. ശാരീരിക ജീവന്റെ അവിഭാജ്യ ഘടകമാണ് ജലം. അതുപോലെ ആത്മീയ ജീവനും ജലം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് യേശു പറഞ്ഞത്. ആത്മീയ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദാഹം തീർക്കാൻ ഈ ലോകത്തിൽ ഒരാൾക്കേ കഴിയൂ. അവനാണ് ജീവജലം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആ ജീവജലം ദൈവത്തിന്റെ അരൂപിയാണ്. പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവിനെയാണ് ജീവജലം എന്നതുകൊണ്ട് യേശു ഉദ്ദേശിച്ചത്. തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവാണിത്. ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു സഹായകനെ അയക്കുമെന്ന വാഗ്ദാനത്തിൽ പൂർത്തീകരണമാണിത്. ഈശോ മഹത്വീകരിക്കപ്പെട്ട ശേഷം നൽകപ്പെടാനുള്ള അവന്റെ ആത്മാവാണത്. ആദിയിൽ അരൂപിയെ ഊതിക്കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ചെയ്തതോടെ അരൂപിക്ക് പകരം ദുഷ്ടാരൂപി അവനിൽ ഭരണം ആരംഭിച്ചു. നഷ്ടപ്പെട്ടു പോയ ആ അരൂപിയെ വീണ്ടെടുത്ത് നൽകാനാണ് യേശു തന്റെ മഹത്വീകരണ കർമ്മം പൂർത്തിയാക്കിയത്. അങ്ങനെ നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ അവനിൽ ജ്ഞാനസ്നാനമേറ്റു. ഈ ജീവജലം അനുദിനം പ്രദാനം ചെയ്യാനാണ് അവൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്.